നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അകത്തിച്ചീര പൂക്കൾ കൊണ്ടുണ്ടാക്കിയ തോരൻ കറിയാണ് ഇന്നത്തെ റെസിപ്പി. കുറച്ചധികം പൂക്കൾ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇതുപോലെ ഒരു തോരനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഞാനിവിടെ കുറച്ച് ദിവസങ്ങളിലെ പൂക്കൾ കളക്ട് ചെയ്ത് വെച്ച് അങ്ങനെയാണ് തോരൻ ഉണ്ടാക്കാറുള്ളത്. നന്നായി വിടരുന്നതിന് മുന്നേ തന്നെ പറിച്ചു വെച്ച് സിപ്പ് ലോക്ക് കവറുകളിൽ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ അങ്ങനെ എടുത്തു വെച്ചാണ് പിന്നീട് ഉണ്ടാക്കുന്നത്. പല രീതികളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത്. ചെറുതായി അരിഞ്ഞു വെച്ച പൂക്കളും ഒരു ഉള്ളിയും കുറച്ച് തേങ്ങയും മുളകുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടുമ്പോൾ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നതിട്ട് കുറച്ചൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൂക്കളും ഇട്ട് കൊടുക്കാം. വഴട്ടി വരുമ്പോഴേക്കും പൂക്കളുടെ കളറെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ച കളറായിരിക്കില്ല, എല്ലാം മാറി ഒരു വയലറ്റ് കളറിലായിട്ടുണ്ടാവും. ഉള്ളിക്കൊപ്പം നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. മുളക് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കാന്താരി ഉണങ്ങി പൊടിച്ചതാണ്. പച്ചമുളക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. അതുപോലെ മഞ്ഞൾ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല, മഞ്ഞളിട്ട് ഉണ്ടാക്കാറുണ്ട്. ഇത് മഞ്ഞളില്ലാതെ ഉണ്ടാക്കിയ ഒരു തോരനാണ്. രണ്ടും ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തേങ്ങ ചിരവിയത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. നമുക്ക് അരച്ച് അല്ലെങ്കിൽ ഒതുക്കിയെടുക്കണമെങ്കിൽ അങ്ങനെയും ആവാം. തേങ്ങയും ചേർത്തതിന് ശേഷം അല്പം ഒന്ന് വാട്ടിയെടുക്കാം. പിന്നീട് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അല്പം പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പൂക്കളുടെയും ഉള്ളിയുടെയും എല്ലാം ഈർപ്പം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടുന്നതാണ്. അതുപോലെ ഉപ്പ് ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടില്ല, പിന്നീടാണ് എപ്പോഴും ചേർക്കാറുള്ളത്. കുറച്ച് വെന്ത് വന്നതിന് ശേഷം പിന്നീട് തുറന്ന് നോക്കി വേവെല്ലാം പാകത്തിനായോ എന്ന് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ ഒന്നുകൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഉപ്പും ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തോരൻ വളരെ എളുപ്പത്തിൽ ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെടികളില്ലാത്തവർക്ക് മാർക്കറ്റിൽ ഇഷ്ടംപോലെ പൂക്കൾ ഇപ്പോൾ വരാറുണ്ട്. അവിടെ നിന്ന് കളക്ട് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. അകത്തിച്ചീരയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ, അവയുടെ ആരോഗ്യ ഗുണങ്ങളും എങ്ങനെയാണ് കൃഷിരീതി എന്നുള്ളതുമെല്ലാം നേരത്തെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ക്യാനുകളിൽ എങ്ങനെ എളുപ്പത്തിൽ കൃഷി ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. കണ്ടു നോക്കാൻ എല്ലാവരും ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.